Hello friends, welcome back to another video tutorial from Trick Teacher. അറബിക്കിൻ്റെ എക്സാം 9-ാം തീയതി മുതൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അറബിക്കിന് നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഹെൽപ്പ് ട്രിക്ക് ടീച്ചറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നിങ്ങൾക്കറിയാം, ഏത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ സുൽ ബൈനൽ ഖാനാത്ത് അല്ലെങ്കിൽ വഫീഖ് ബൈനൽ ഖാനാത്ത് കളികളിൽ നിന്നും ഉത്തരം സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിൻ്റെയും നമ്മുടെ പ്രീവിയസ് എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും കളക്ട് ചെയ്തതും ട്രിക്ക് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതുമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ ഏകദേശം 20ഓളം ചോദ്യങ്ങളാണുള്ളത്. 20ഓളം ചോദ്യങ്ങൾ 5 പാർട്ടായിട്ട് 5 കള്ളികളാക്കിയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 4 വരെ നമ്പർ ഇട്ടിരിക്കുന്ന ആദ്യത്തെ എ പാർട്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഈ ഒരു ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല എഴുതാൻ കഴിയുക. ചിലപ്പോൾ നിങ്ങൾക്ക് നുതർജിമു ഇലൽ ഇൻജ്ലീസിയ എന്ന ക്വസ്റ്റ്യന് ഉത്തരം എഴുതാൻ സാധിച്ചേക്കാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന ക്വസ്റ്റ്യന് ഉത്തരം ലഭിച്ചേക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ലഭിക്കും. കാരണം നമ്മൾ ഇതിൻ്റെ മലയാളം കൂടി പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹനാൻ ലഹാം എന്നാണ് നൽകിയിട്ടുള്ളത്. ഹനാൻ ലഹാം എന്ന് പറഞ്ഞാൽ ഒരു കവിയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൃതി ബ എന്ന കോളത്തിൽ ഏതാണ് എന്ന് നോക്കാം. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ അതിൽ കാത്തിബുൻ സൂരിയത്തുൻ, സിറിയയിലെ എഴുത്തുകാരിയാണ് അദ്ദേഹം. സോ ഹനാൻ ലഹാമിൻ്റെ ഓപ്ഷൻ ഞാൻ നൽകുകയാണ്, കാത്തിബുൻ സൂരിയ. പിന്നെ 3-ാമത്തെ കോളം കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തൻസീൽ, ഔഹനുൽ ബുയൂത്ത്, ദീവാനു ഹഫിൽ, തിദ്കാറുൽ മാലി. നമുക്കറിയാം, നമ്മുടെ അറബിക്കിലെ പാഠഭാഗമാണ് ഔഹനുൽ ബുയൂത്ത്. സാലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാഭാഗമില്ലേ, അതാണ്. ഇനി നമുക്ക് ഹാഫിൽ ഇബ്രാഹിം എന്നാണ് 2-ാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നത്. ഹാഫിൽ ഇബ്രാഹിം ബക്ക, അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? ഷാഹിറുൽ മഹജറാണോ ഷാഹിറുൻ നീലാണോ? ഷാഹിറുൻ നീലാണ്, നെയിലിൻ്റെ കവി എന്നാണ് ഹാഫിൽ ഇബ്രാഹിം ബക്ക അറിയപ്പെടുന്നത്. 3-ാമത്തെ കോളം നോക്കാം, തിസ്കാറുൽ മാലി. പിന്നെയുള്ളത് ദീവാനു ഹാഫിൽ. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് യോജിപ്പിക്കാൻ സാധിക്കും. 3-ാമത്തെ ക്വസ്റ്റ്യൻ ഈലിയ അബു മാലി. ഈലിയ അബു മാലി അൽ ഖുർആനാണോ ഷാഹിറുൽ മഹജറാണോ? ഉറപ്പായും ഷാഹിറുൽ മഹജറാണ്. എന്നുകൂടി പറയാം, ഈലിയ അബു മാലി എന്നത് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു എഴുത്തുകാരനല്ല, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അറബ് നാട്ടിൽ കുടിയേറി താമസിച്ച ആളുകൾക്ക്, കവികൾക്കാണ് ഷാഹിറു അൽ മഹജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയും അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം അബു മാലി എന്നാണ്. തിസ്കാർ മാലി, മാലിയുടെ സ്മരണകൾ, ഓർമ്മകൾ എന്ന പുസ്തകമാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അൽ ഫുർഖാനുൽ കരീം എന്ന് നൽകിയിരിക്കുന്നു. 2-ാമത്തെ കോളത്തിൽ അതിൻ്റെ മറ്റൊരു പേര് അൽ ഖുർആൻ എന്നാണുള്ളത്. എന്ന 3-ാമത്തെ കോളത്തിൽ അതിൻ്റെ മറ്റൊരു പേരാണുള്ളത് തൻസീൽ എന്നാണ്. സോ നമുക്ക് 4 കോളംസും കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ബി പാർട്ടിലാണുള്ളത്. 5 മുതൽ 10 വരെയുള്ള 5 ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, സാലിം എന്നാണുള്ളത്. അതിന് യോജിച്ച അലിഫ് ബാ കോളത്തിൽ എന്താണ് നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം. സാലിമുൻ. സാലിം എന്നത് ഔഹനുൽ ബുയൂത്തിലെ ഒരു കഥാപാത്രമാണ്. അതിൽ യോജിച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹനാൻ ലഹാമിനോട് പറയുന്നൊരു സംഭാഷണത്തിൽ നമുക്കറിയാം, അവൻ നല്ല ദീനുള്ളവനാണ്, നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. സോ സാലിമിൻ്റെ ഓപ്ഷൻ നോക്കൂ, മുത്തമസ്സിക്കും ബിദീനിഹി എന്ന ഓപ്ഷൻ സ്യൂട്ടബിൾ ആണ്. മുസ്തഖീമും ഫി ഖുൽഖിഹി എന്ന ഓപ്ഷനും നമുക്ക് ലഭ്യമാണ്. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലയോ? അഫറഅയ്തും, നിങ്ങളപ്പോൾ കാണുന്നില്ലയോ? അൽ മാ അല്ലദീ, ഒരു ആയത്താണ്, ഖുർആനിലെ ആയത്താണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. ഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നതായിട്ടുള്ള വെള്ളത്തെ നിങ്ങൾ കാണുന്നില്ലയോ?
അടുത്തത് അൽ ജദാവിലു എന്നാണ് നൽകിയിട്ടുള്ളത്. ടാബിൾസ് എന്നാണ് ജദാവിൽ. ജദാവിൽ എന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. കാത്തിബുഹു അതിൻ്റെ രചയിതാവാണ്. ആരാണ് അതിൻ്റെ രചയിതാവ്? ഇതിൽ നമുക്കറിയാം, താക്കോളം പരിശോധിക്കുകയാണെങ്കിൽ ഈലിയാബു മാലി മാത്രമേ ഉള്ളൂ അവിടെ ഒരു കഥാകൃത്തായിട്ട് രചയിതാവായിട്ട്. സോ ഈലിയാബു മാലി എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഉത്തരം. നിങ്ങൾ പഠിക്കേണ്ടതുള്ളതാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രൊഫൈലിൽ ഒരുപാട് പുസ്തകങ്ങളുടെ പേര് നൽകിയിട്ടുണ്ടാകും. അതൊക്കെയാണ് വൺ വേർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ അവസാനം കാരണമാവുക. സോ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അറബിയിൽ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ടതില്ലല്ലോ വേറെ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യനാണ് അൽ ഫത്താത്തു. അൽ ഫത്താത്തു എന്ന് പറഞ്ഞാൽ ഔഹനുൽ ബുയൂത്തിലെ ക്യാരക്ടറാണ്. ഔഹനുൽ ബുയൂത്തിലെ ക്യാരക്ടറാണ് അൽ ഫത്താത്ത്. വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഫത്താത്ത്. മോഡേൺ വ്യൂമനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. തജ്ലിസു അവൾ ഇരിക്കുന്നവളാണ്. അമാമൽ മുസ്തഷാർ പ്രോഗ്രാമുകളുടെ മുമ്പിൽ എപ്പോഴും ഇരിക്കുന്നവളാണ് എന്ന് അനാൻ ലഹാമിൻ്റെ കൂടി ഉമ്മ പരാതിപ്പെടുന്ന സംഭാഷണം നമുക്ക് ഓർമ്മയുണ്ടാവണം. നെക്സ്റ്റ് കേരള. കേരള എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളമാണ്. വിലായത്തുൻ അതൊരു നാടാണ്. ജമീൽ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ജമീലത്തുൻ ഭംഗിയുള്ള നാടാണ്. ഔസ്വ വസിയത്ത് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ഓപ്ഷനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരെയാണ് വസിയത്ത് ചെയ്തത്? ഉസാമ ബിൻ സെയ്ദിനെയാണ്. ഇത് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേറെ രൂപത്തിലും ചോദിച്ചേക്കാം. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ സി പാർട്ടിലേക്ക് പോവുകയാണ്. സി പാർട്ടിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഔഹനുൽ ബുയൂത്ത് എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു. ഹനാൻ ബിന്ദു മുഹമ്മദ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. 3ാമത്തെ കോളത്തിൽ ജീലുൽ ലത്തിഷുണ്ട്, ലയാലി സ്വത്തയ്യുണ്ട്, തഷ്കുറുണ്ട്. അതിലേതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം അവരുടെ കൃതിയായ ജീലുൽ അത്തിഷ് എന്നാണ്. നെക്സ്റ്റ് ഹനിയല്ലക്കും എന്നാണ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് കാണാപ്പാടം പോലെ ആയിരിക്കുകയാണ്. ഹാഫിൽ ഇബ്രാഹിം ബക്കിയുടെ പദ്യമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ലയാലി സത്വയെ എൻ്റെ തനിച്ചുള്ള രാത്രികൾ, സമാധാനത്തോടെയുള്ള രാത്രികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. നെക്സ്റ്റ് ഒരു ആയത്താണുള്ളത്. ലൗ നശാ ജഅൽനാഹു നാമെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആക്കിക്കളയാൻ, ഉജാജൻ ഉപ്പാക്കി കളയാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഫലൗലാ തഷ്കുറൂൻ നിങ്ങൾ നന്ദി ചെയ്യുന്നവരല്ല. ഇനി നമ്മൾ അതിൻ്റെ ഡി പാർട്ടിലേക്ക് പോവുകയാണ്. ഡി പാർട്ടിൽ നോക്കുകയാണെങ്കിൽ മനഹല്ലാഹു അന്നാസ അൽ മാ അസ്വാഫി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു താല നിർമ്മിച്ചു നൽകി ശുദ്ധമായിട്ടുള്ള വെള്ളം. അത് അടുത്ത ഓപ്ഷൻ നോക്കാം. 3 ക്വസ്റ്റ്യൻസ് ആണ് ഡി പാർട്ടിലുള്ളത്. അതിൽ അല്ലുൻ ഖാലിയ അസ്വാലിഹുലിഷുർബ് ഇന്ദല്ലാ എന്നാണുള്ളത്. അസ്വാലിഹ ലിഷുർബി കുടിക്കാനുള്ള വെള്ളമാണ്. വസ്സിറായത്തുണ്ട്, മിനൽ ഇസ്തിഖ്ദാമുണ്ട്, അൽ അലീമുണ്ട്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറബി എത്ര വശമില്ലെങ്കിൽ മിനൽ ഇസ്തിഖ്ദാം എന്ന് നിങ്ങൾ എഴുതും. കാരണം വെള്ളം ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന് ഇറക്കിയിട്ടുള്ളത് എന്ന സംശയം നിങ്ങൾക്ക് വരാം. പക്ഷേ ഇതിൻ്റെ ഉത്തരം വസ്സിറായത്തി കൃഷിക്കും കുടിക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് അർത്ഥം. ഇനി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു അലാ തർക്കി ഉപേക്ഷിക്കുന്നതിനെ, അൽ അർളു ഖാലിയത്തൻ ഒരു സ്ഥലം കാലിയാക്കിയിരുന്നത്, മിനൽ ഇസ്തിഖ്ദാമി ഉപയോഗശൂന്യമായിട്ട്. അജ്റുൽ മുസാരി ഈ കൃഷിക്കാരനുള്ള പ്രതിഫലം ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അളീമുൻ അത് വളരെ വലുതാണ്. ഇനി നമ്മൾ ഈ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഈ പാർട്ടിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വീണ്ടും ഹാഫിൽ അല എന്നാണ് നൽകിയിട്ടുള്ളത്. ഹാഫിൽ ഇബ്രാഹിം ബക്ക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഹാഫിൽ അല എന്നാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ സൂക്ഷിക്കുക എന്നതാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ബി കോളം നോക്കാം, ബാ കോളം നോക്കാം. ദുറാത്തുൻ സമീന നവാഫത്ത് അലമുൻ ഷദീദ് ഈലിയാബു മാലി എന്നാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ 2 പ്ലക്കാർഡുകൾ. ഒന്ന് പൂപ്പറിക്കരുത്. നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഒരു ഹദീഖത്ത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗാർഡൻ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൽ പറയുന്ന 2 പ്ലക്കാർഡുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലക്കാർഡുകളാണ്. 5 മാർക്കിന് ആ 2 പ്ലക്കാർഡുകൾ ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താൽ നോക്കാം. നുതർജിം എന്നിട്ട് ഇലൽ ഇഞ്ചിലീസി എന്ന ക്വസ്റ്റ്യനിൽ പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതിലൊന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ഹാഫിൽ അല നിങ്ങൾ സൂക്ഷിക്കുക നലാഫത്തി വൃത്തിയോടെ അൽ ഹദീഖത്തി വൃത്തിയാക്കാതെ നിങ്ങൾ ഗാർഡൻ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. ഔസ്വ അബൂബക്കർ നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഏത് ഭാഗത്തായിരുന്നു പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ദുറാത്തുൻ സമീന മഹത്വമായ ഉപദേശങ്ങൾ എന്ന ഒരു പാഠഭാഗമുണ്ട്. അതിലാണ് നമ്മൾ പഠിച്ചത്. ഔസ്വ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു ദുറാത്തുൻ സമീന മഹത്വമേറിയ നസ്വിഹത്തുകൾ. ഓക്കെ, തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കണം. ഓപ്ഷനാണ് നോക്കുന്നത്. അൽ ഹദീഖത്തി ലി ഉസാമ ബിൻ സെയ്ദ്. ഓക്കെ, ഉസാമ ബിൻ സെയ്ദ് എന്നത് യോജിച്ചതാണ്. ഇനി എടുത്തത് കം തെസ്തക്കി എന്ന എന്തിനാണ് നീ വേവലാതിപ്പെടുന്നത് എന്ന പദ്യം. നമുക്കറിയാം അത് നമ്മുടെ സ്വന്തം രചയിതാവായ ഈലി അബു മാലിയാണ് രചിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ ബഹർ കാമിൽ എന്ന ഒരു എന്താ പറയുക ഒരു ഈണത്തിലാണ് അത് രചിച്ചിട്ടുള്ളത്. കാമിൽ എന്ന് പറയുന്ന ഈണത്തിലാണ് അത് രചിച്ചിട്ടുള്ളത്. അത് 1 മാർക്കിന് സൈലൻ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇനി ജവാദ് എന്ന ഒരു ഓപ്ഷൻ, ജവാദ് എന്ന ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ജവാദ് എന്നത് നമുക്ക് അറിയാം നമ്മുടെ ഫിയാദ ഇൻ ദ ക്ലിനിക് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലമൻ ഷദീദ നല്ല വേദനയുണ്ട്. എവിടെയായിരുന്നു വേദന? ബിജാനിബിൽ ഐമൻ അവൻ്റെ പുറത്തായിരുന്നു വേദന. ഓക്കെ, നമ്മൾ ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ തർജിമിലൽ ഇൻജിലീസിയ അരിബ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് അവതരിപ്പിക്കുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾക്ക് ഗുഡ് ലക്ക്, ഗുഡ് ബൈ, താങ്ക് യു. ഞാനിപ്പോൾ സൈനപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോകളുമായിട്ട് കാണാം. എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വർഷം മുതൽ +2ൻ്റെ വീഡിയോസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.